അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തി വിഭവങ്ങൾ കൊണ്ട് ഒരു ചട്ടിച്ചോറാണ്. ഏതൊക്കെ വിഭവങ്ങളാണ് ഉള്ളതെന്ന് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1.5 കിലോ മത്തി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇത്രയും മത്തി കൊണ്ട് നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ മത്തി ഒന്ന് വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 4-5 മത്തി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 3 ടീസ്പൂൺ നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ കൂട്ട് നമുക്ക് മത്തിയിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം. കൈകൊണ്ട് തന്നെ ഞാനിത് മാരിനേറ്റ് ചെയ്യാണ് മത്തി. അതിനുശേഷം ഇതൊരു 1/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം നമുക്ക് മത്തി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മത്തി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതൊരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടത് വറുത്തെടുക്കാം. നല്ല മുരുമുരാന്ന് ആകുന്ന പരുവത്തിന് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. മത്തി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റി അതിലേക്ക് അതേ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിലരിഞ്ഞ് കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരണം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വിനാഗിരി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മത്തി കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. ആ ചെറു തീയിൽ കിടന്ന് അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. മത്തിയിലേക്ക് നമ്മുടെ വിനാഗിരിയുടെ പുളിയൊക്കെ ഒന്ന് പിടിച്ചു വരണം. നമ്മുടെ മത്തി അച്ചാർ ഏകദേശം തയ്യാറായി കഴിഞ്ഞ് ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്ത വിഭവം തയ്യാറാക്കാം. മത്തി പീര പറ്റിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടാണ് ഞാനിതൊന്ന് ചതച്ചെടുക്കുന്നത്. ഇത് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് മത്തി പീര തയ്യാറാക്കുന്നതിന് വേണ്ടി നുറുക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞതും, കുറച്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും, കുറച്ച് കൊച്ചുള്ളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായി മുറിച്ച് ഒന്ന് കുതിരാനായിട്ട് വെച്ചിരുന്നു. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതുകൂടെ ആ വെള്ളത്തോടു കൂടെ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചു വരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറു തീയിൽ വേണം വേവിച്ചെടുക്കാൻ. നമ്മൾ അധികം വെള്ളം വെച്ചിട്ടില്ല. അതുകൊണ്ട് ചെറു തീയിൽ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മത്തിപ്പീര ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മൂടി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത വിഭവം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മത്തി കറിയാണ് മുളക് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് 1-2 പച്ചമുളക് ഒന്ന് അരിഞ്ഞതിട്ട് കൊടുക്കാം. അതുപോലെ നീളത്തിലരിഞ്ഞ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം.
അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. പച്ചമണമെല്ലാം മാറി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു ചുള പുളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പുളി ഒന്ന് മുറിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ആ വെള്ളത്തോടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് ക്രമീകരിക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഒരു മിനിറ്റ് അല്ലെ 2 മിനിറ്റ് ഇത് തിളപ്പിക്കണം. ആ പുളി ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ കറി വെക്കാനായിട്ട് നുറുക്കി വെച്ചിരുന്ന മത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ചെറു തീയിൽ തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ മത്തി കറി തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് ഒരു നുള്ള ഉലുവാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്കിത് മൂടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം. മത്തി തേങ്ങാപ്പാൽ ചേർത്ത കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നുറുക്കി വെച്ചിരിക്കുന്ന മത്തി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കുറച്ച് കൊച്ചുള്ളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി നുറുക്കിയ മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പുളിയുടെ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2ാം പാലും 3ാം പാലും കൂടെ ചേർത്ത് 1.5 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കറിവേപ്പിലയോടെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കണേ. നമ്മുടെ കറി ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് 1ാം പാലും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാൻ. കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ തവി തന്നെ ഉപയോഗിച്ച് ഇളക്കുന്നത്. ഇനി നമുക്ക് ചൂടായി വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടുക്, ഉലുവ, കൊച്ചുള്ളി, 2-3 വത്തലമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വറുത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി മത്തി വറക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ മത്തി നിരത്തി വെച്ച് വറുത്തെടുക്കാം. മറിച്ചിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഒന്ന് ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും നമുക്ക് മറിച്ചും തിരിച്ചുവിട്ട് ആവശ്യത്തിന് വറുത്തെടുത്തത് മാറ്റി വെക്കാം. ഇനി നമ്മൾ മത്തി ചമ്മന്തി തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ വത്തലമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വത്തലമുളക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. വത്തലമുളക് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3-4 കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മത്തിയിൽ നിന്ന് 2 മത്തി ഇതുപോലെ നടുക്കത്തെ മുള്ള് കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ വാളംപുളി പിഴിഞ്ഞതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ പുളിക്ക് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. വെള്ളം എല്ലാം വറ്റി എല്ലാം നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ തേങ്ങയൊക്കെ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. നമുക്കിനി ചട്ടിച്ചോറ് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. ഞാനൊരു ചട്ടിയിൽ ചൂട് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മത്തി മുളക് ചാറ് തയ്യാറാക്കിയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മത്തി പീര പറ്റിച്ചത് ചേർത്ത് കൊടുക്കാം. മത്തി പീരയാണ് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മത്തി തേങ്ങാപ്പാൽ കറിയാണ്, മാങ്ങ ഇട്ട് വെച്ച തേങ്ങാപ്പാൽ കറിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മത്തി അച്ചാറ് ഇട്ടത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ മത്തി ചമ്മന്തി അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വറുത്ത മത്തി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മത്തി ചട്ടിച്ചോറ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയൊരു ചട്ടിച്ചോറാണ്. ഒരു മത്തി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതൊരു സ്പെഷ്യലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ്. ആ ബെല്ലൈക്കൺ കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ്